കൈരളി റിപ്പോർട്ടറെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചു. മർദ്ദനമേറ്റത് പാലക്കാട് റിപ്പോർട്ടർ ഇർഫാൻ ഇബ്രാഹിം സേട്ടിനാണ്. ഇർഫാൻ തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ. ഇർഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഇർഫാൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ മനസ്സിലായത്. എന്താണ് ഉണ്ടായത്? കീർത്തി, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ പക്ഷം ആ ഗ്രൂപ്പ് യോഗം നടക്കുന്ന ഒരു ഗ്രൂപ്പ് യോഗം റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലയിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള സുമേഷ് അച്യുതൻ ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ ഗ്രൂപ്പ് പക്ഷത്തെ മുതിർന്ന ആളുകൾ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു യോഗമാണ് അവിടെ നടന്നത്. വ്യാജ ID കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട് എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അവിടെ ചെന്നപ്പോൾ DC പ്രസിഡന്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, ഗ്രൂപ്പ് യോഗം കഴിഞ്ഞോ എന്ന് ഞാൻ കൃത്യമായി ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പ് യോഗമല്ല നടന്നത്, ഒരു അനുമോദന യോഗമാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ അനുമോദിക്കുന്ന ഒരു യോഗമാണ് അവിടെ നടക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആർക്കും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുപരിപാടിയാണ് എന്ന് കൃത്യമായി ഉറപ്പാക്കിയതിന് ശേഷം DCC പ്രസിഡന്റ് അനുമതിയോടുകൂടി തന്നെയാണ് ഞാൻ ആ യോഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഹാളിലേക്ക് കയറുന്നത്. ആ ഹാളിന് അകത്ത് കയറിയില്ല, പുറത്തു നിന്നാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ DCC പ്രസിഡന്റ് ആഹ്വാനപ്രകാരം മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് പുറത്തു നിന്ന് അതിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഒരു രംഗമുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർക്കെല്ലാം ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ആ ദൃശ്യങ്ങൾ കാണാം. ഒരു താടി വെച്ച ഒരു മെലിഞ്ഞ ശരീരമുള്ള ഒരാൾ വരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം വന്ന് ആ ഗേറ്റ് അടയ്ക്കുന്നു. പിന്നീട് തുടർന്ന് DCC പ്രസിഡന്റ് ആഹ്വാനപ്രകാരം തന്നെയാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മാധ്യമപ്രവർത്തകനാണ്, കൈരളിയുടെ റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ് തന്നെ അദ്ദേഹത്തിന് നേരത്തെ അറിയാം. എങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ ആരാണ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അത് എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ എത്തിയത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പ് യോഗമല്ല എന്ന്. കാരണം ഗ്രൂപ്പ് യോഗങ്ങൾ നടത്താൻ DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഗ്രൂപ്പ് യോഗം നടന്നു എന്നറിയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പദവിക്ക് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം നിർവഹിക്കുന്ന ചുമതലയ്ക്ക് തന്നെ കോട്ടം തട്ടും എന്ന ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗ്രൂപ്പ് യോഗം ആണ് എന്നത് നിഷേധിച്ചത്. എങ്കിൽ തന്നെയും അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അനുമതിയോട് തന്നെയാണ് ഞാൻ ആ ഗ്രൂപ്പ് യോഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കയറിയത്. ആ കയറിയ സമയത്ത് മറ്റൊരു നേതാവ് വന്നതിൻ്റെ പിന്നിൽ നിന്ന് ആ ഹാളിലേക്ക്, യോഗം നടക്കുന്ന ഹാളിലേക്ക് ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, എന്നെ അകത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അതിനുശേഷം വാതിൽ കൊട്ടിയടച്ചു. ആ ഒരു ബാങ്ക് ഹാൾ, കുഴൽമന്ദം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹാളിലായിരുന്നു ഈ യോഗം നടന്നത്. ആ ഹാളിൻ്റെ വാതിലടക്കുകയും പിന്നീട് 40-40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതിൻ്റെ അകത്തുണ്ടായിരുന്ന നേതാക്കളും പ്രവർത്തകരും ചേർന്ന് എന്നെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അതെല്ലാം കാണാം. കൃത്യമായി അതിൽ നിന്ന് വ്യക്തമാണ് ആരൊക്കെയാണ് എന്നെ സംഘം ചേർന്ന് ആക്രമിച്ചതെന്ന്. ഇന്നലെ രാവിലെയും സമാനമായ രൂപത്തിൽ പ്രതിഷേധ ഭജന എന്ന പരിപാടി മാറ്റി പ്രതിഷേധ ധർണ ആക്കിയ ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴും സമാനമായ രൂപത്തിൽ ആക്രോശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു ദൃശ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പകർത്തിയ ദൃശ്യം അവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സംബന്ധിച്ച് ഒരു പരാതി നൽകുന്നുണ്ട്. കൃത്യമായ നിയമ നടപടിയുമായി ഈ ആളുകൾക്കെല്ലാം എതിരെ പരാതി നൽകി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഞാൻ മുൻപ് നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. അത് അക്രമികൾ എടുത്തു പറഞ്ഞു തന്നെയാണ് ആക്രമിച്ചത്. മുമ്പ് ശബരിനാഥ് അറസ്റ്റിലായ മുഖ്യമന്ത്രി ആക്രമിച്ച, പ്ലെയിനിൽ വെച്ച് ആക്രമിച്ച ആ ഒരു വാർത്ത, ഇതിൽ ശബരിനാഥിൻ്റെ പങ്ക് പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ടർ എന്ന നിലയിലാണ് ആദ്യം അവർ എന്നെ അഭിസംബോധന ചെയ്തത്. നീയല്ലേടാ ശബരിയുടെ വാർത്ത നൽകിയ ആ ഒരു റിപ്പോർട്ടർ എന്ന രൂപത്തിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രൂപത്തിൽ വിളിച്ചുകൊണ്ടാണ് ആക്രോശം തുടങ്ങിയത്. ആ വാർത്ത ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് എന്ന് പൊതുസമൂഹത്തിനും അറിയാം. ആ ഒരു പേര് പറഞ്ഞാണ് ആക്രമണം തുടങ്ങിയത്. അതിനുശേഷം നീ ഷാഫിയുടെ വാർത്തകൾ മാത്രം നൽകുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വാർത്തകൾ മാത്രം നൽകുന്നു എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ ഒരാൾ ഓടിക്കൊണ്ടു വന്നത്. അദ്ദേഹം പറഞ്ഞു പറ്റുക, ഞാൻ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന, ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും മിനിറ്റ്സും അതോടൊപ്പം തന്നെ അതിൻ്റെ പടലപ്പിണക്കങ്ങളും കലാപങ്ങളും, അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന തമ്മിൽ തല്ലുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയുടെ പേരിലും എന്നെ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ വാർത്തയുടെ പേരും ആ ആക്രമികൾ
വാർത്തകൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം നിഖിൽ പൈലിയുടെ വാർത്തയാണ്. നിഖിൽ പൈലി എന്ന് പറയുന്ന ധീരജിനെ കൊലപ്പെടുത്തി, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ നിഖിൽ പൈലിയെ കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാരവാഹിയാക്കിയ വാർത്ത ഞാൻ പുറത്തു കൊണ്ടിരുന്നു. ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് കൈരളി ന്യൂസാണ്. ഈ ഒരു വാർത്തയും ഇവരെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിനെതിരെയും കോൺഗ്രസിനെയും നിരന്തരം വാർത്തകൾ നൽകുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം. അത് പറഞ്ഞാണ് ആക്രമിച്ചത്. പൊതുസമൂഹത്തിനും അതോടൊപ്പം തന്നെ വാർത്തകൾ കാണുന്ന ആളുകൾക്കും അറിയാം, ഈ നൽകിയ വാർത്തകളൊന്നും തന്നെ വ്യാജമായിരുന്നില്ല. എല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ ബൈറ്റുകൾ ഉൾപ്പെടുത്തി, അവരുടെ തന്നെ വോയിസ് ക്ലിപ്പുകളും അവരുടെ തന്നെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടുത്തിയാണ് ഞാൻ വാർത്തകൾ നൽകിയത്. കൃത്യമായ തെളിവുകളോടെ നേരിൻ്റെ പക്ഷത്തു നിന്നാണ് കൈരളി റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ വാർത്ത നൽകിയത്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. അന്നവിടെ ചെന്നപ്പോഴും നീ വാർത്ത എടുക്കാൻ വന്ന ആളല്ലേ എന്ന് പറഞ്ഞ് കൃത്യമായി അവർക്ക് എന്നെ അറിയാം, കൃത്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ആക്രമിച്ചത്. അതിൽ സുമേഷ് അച്യുതൻ എന്ന് പറയുന്ന ചിറ്റൂരിലെ ഒരു പ്രധാന കോൺഗ്രസ് നേതാവുണ്ട്, ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡാമുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു കേസ് ഉയർന്നു വന്നിരുന്നു. ആ കേസിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് പ്രതി ചേർക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിജിലൻസ് അന്വേഷണം അദ്ദേഹത്തിനെതിരെ നടന്നിരുന്നു. മൂലത്തറ ഡാമുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഭവം ഇതിനിടെ ആരൊക്കെയോ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആൾക്കൂട്ട ആക്രമണമാണ് നടന്നത് എന്നുള്ളതുകൊണ്ട് ആരൊക്കെയാണ് അത് എടുത്തു പറഞ്ഞത് എന്ന് എനിക്ക് കൃത്യമായി ഓർത്തു വെക്കാനോ അല്ലെങ്കിൽ ഇത് കൃത്യമായി ഓർത്തു വെക്കാൻ കഴിയുന്നു. കാരണം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ആക്രോശമായിരുന്നു, ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം ഇടക്ക് പറയുന്നു, സുമേഷ് അച്യുതൻ എന്ന് പറയുന്ന ഇടക്ക് പറയുന്നു അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്ന് ഇടക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ആക്രമണത്തിന് കൂട്ടുന്നത്. അതിൽ പലരുടെയും പേരുകൾ കണ്ടാലറിയാവുന്ന 40ഓളം ആളുകളാണ്. അതിൽ ഒരു വനിത ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ആൾക്കൂട്ടത്തിൽ ആക്രമിക്കാനല്ല, ആ ആൾക്കൂട്ടത്തിൽ ഒരു വനിത കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ വനിത അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ 40ഓളം ആളുകൾ ചേർന്നാണ്, സംഘം ചേർന്ന് എന്നെ ആക്രമിക്കണം അല്ലെങ്കിൽ കൊലപ്പെടുത്തണമെന്ന ഒരു എന്താ പറയുക ഒരു ശ്രമം ഉൾപ്പെടെ ഉണ്ടായി എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. എത്ര മൃഗീയവും ക്രൂരമായാണ് ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ചത് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കീർത്തി, തീർച്ചയായും ഇർഫാനാണ് ആ വിവരങ്ങൾ.